സർക്കാർ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ അടുത്ത വർഷം മുതൽ സമഗ്ര പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ പ്രസ്താവിച്ചു. കളന്തോട് MES ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പ്രചോദനം 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വിദ്യാഭ്യാസം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മുൻപന്തിയിലാണ്. മലബാറിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികൾ മികവ് പുലർത്തുന്നത് ട്രെൻഡായി മാറിയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കേരളത്തെ ഹയർ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. കർണാടക തമിഴ്നാടിനെ അപേക്ഷിച്ച സാധ്യതകൾ കുറവാണ്. കർണാടക 50,000 ഏക്കർ ഭൂമിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പദ്ധതിക്കായി സംവിധാനിക്കുന്നത്. ഈ സ്ഥാനത്ത് 50 ഏക്കർ ഉണ്ടായിരുന്നെങ്കിൽ വലിയ പദ്ധതികൾ ആവിഷ്കരിക്കാമായിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് മറ്റു ഏത് സംസ്ഥാനങ്ങളെക്കാളും നിക്ഷേപത്തിനും പുരോഗതിക്ക് സംരക്ഷണമുണ്ട്. ഹയർ എഡ്യൂക്കേഷന് മുന്നിലാണെന്ന് അവകാശപ്പെടുമ്പോൾ കുട്ടികൾ കർണാടക, ബാംഗ്ലൂർ, മൈസൂർ എന്നിവിടങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നു. അവിടെയുള്ളവരെ ഇവിടേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. കേരളത്തെ ഹയർ എഡ്യൂക്കേഷൻ ഡെസ്റ്റിനേഷനാക്കി മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സർക്കാർ മാത്രം വിചാരിച്ചാൽ പോരാ. MES ഉൾപ്പെടെ സ്ഥാപനങ്ങളുടെ സഹകരണമുണ്ടാകണം. വിദ്യാർത്ഥികളുടെ വൈവിധ്യവും അന്തർദേശീയ നിലവാരത്തിലുള്ള പഠന അന്തരീക്ഷവും ഉറപ്പാക്കുന്ന രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്നത്. സാധാരണ ഒരു കാലത്ത് SSLC +2 അല്ല 10ാം ക്ലാസിന്റെ റിസൾട്ട് വരുമ്പോൾ പണ്ട് മന്ത്രി റാങ്ക് പ്രഖ്യാപിക്കുന്നു, മന്ത്രിമാർ പോയി അഭിനന്ദിക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ 10ാം ക്ലാസിന്റെ റിസൾട്ട് വരുമ്പോൾ എപ്പോഴും അത് പെൺകുട്ടികളായിരിക്കും കൂടുതലും റാങ്ക് കരസ്ഥമാക്കുന്നത്. അത് കഴിഞ്ഞ് സിവിൽ സർവീസിന്റെ പരീക്ഷയുടെ റാങ്ക് വരുമ്പോൾ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന്റെ റാങ്ക് വരുമ്പോൾ പെൺകുട്ടികൾ ആരും ഉണ്ടാവില്ല, ആൺകുട്ടികൾ മാത്രമായിരിക്കും. ഇപ്പോഴത്തെ പ്രത്യേകത, ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞാൻ പരിശോധിക്കുകയാണ്, സിവിൽ സർവീസിന്റെ റിസൾട്ട് വന്നാലും എഞ്ചിനീയറിംഗിന്റെ വന്നാലും അവിടെയും റാങ്ക് കരസ്ഥമാക്കുന്നതിൽ കൂടുതലും ഇപ്പോൾ പെൺകുട്ടികളായി മാറിയത്. അപ്പോൾ എന്തായാലും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം നമ്മളൊക്കെ ജീവിക്കുന്നത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ്. പലതരത്തിലുള്ള പോരായ്മകളും കുറവുകളും ഒക്കെ ഉള്ളവരാണ് നമ്മളെല്ലാവരും. സാമ്പത്തികമായും സാമൂഹികമായും ഏരിയ തിരിച്ചുമൊക്കെ നമുക്ക് പലതരത്തിലുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള എല്ലാ കുറവുകളെയും അതിജീവിക്കുവാൻ നമ്മുടെ മുമ്പിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള അടിസ്ഥാനപരമായ മാർഗം മികച്ച വിദ്യാഭ്യാസം നേടുക എന്നുള്ളതാണ്. MES പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. വലിയൊരു വിദ്യാർത്ഥി സമരം. ഞാൻ മലബാർ കോളേജിൽ പഠിക്കുന്നു. അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് യൂണിവേഴ്സിറ്റിയുടെ ചെയർമാൻ. VM സുധീരനാണ് KSU പ്രസിഡന്റ്. ഉമ്മൻചാണ്ടി യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറി. ഇതാണ് എൻ്റെ ഓർമ്മ വെച്ച് പറയുന്നത്. വലിയൊരു സമരം നടക്കുകയാണ്. എന്താണ് ഈ MESന്റെ കോളേജുകളടക്കം എല്ലാ കോളേജുകളും അന്ന് സ്വയാശ്രയ കോളേജുകളാണ്. അവർക്ക് ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അധ്യാപകർക്ക് ശമ്പളം കിട്ടുന്നില്ല, വിദ്യാർത്ഥികൾ ഫീസ് അടക്കണം. അങ്ങനെ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം KSU അപ്പുറത്ത് നടത്തുന്നു, അധ്യാപകരുടെ പ്രക്ഷോഭം നടത്തുന്നു. ആർക്കെതിരായിട്ട്? അന്ന് SFI ഇല്ല. സമരം നടത്തുന്നത് KSU ആണ്. ആർക്കെതിരായിട്ട്? UDF-നെതിരായിട്ട്. അച്യുതമേനോൻ മുഖ്യമന്ത്രി. പ്രിൻസിപ്പാൾ ഷഫീഖ് ആലത്തൂർ, CT സക്കീർ ഹുസൈൻ, PP അബ്ദുല്ലക്കുട്ടി, നദീര, ഡോക്ടർ റഹീം ഫസൽ, VP അബ്ദുറഹിമാൻ, KV സലീം, സലീന, അനില, പ്രവീൺ, MPC നാസർ, OK അഷ്റഫ്, മുഹമ്മദ് പുളിക്കൽ, MTM അഷ്റഫ് എന്നിവർ സംസാരിച്ചു. നവീകരിച്ച ലൈബ്രറിയുടെ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. അവാർഡ് വിതരണവും വിവിധ മേഖലയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി. ഉണ്ണിച്ചേക്കു ടുഡേ ന്യൂസ്, മുക്കം.